14 ദിവസങ്ങളിലായി നടന്നുവന്ന തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് സമാപനം. ഭക്തി നിർഭരവും വൈകാരികവുമായ കൂടിപ്പിരിയൽ ചടങ്ങോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കംസവതാനന്തരമുള്ള ശ്രീകൃഷ്ണ സങ്കല്പമാണ്. 14 ദിനരാത്രങ്ങളിൽ ഉത്സവം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിരസപ്രധാനവും വികാരനിർഭരവുമായ കൂടിപ്പിരിയൽ ചടങ്ങോടെയാണ് സമാപനമായത്. കൂടിപ്പിരിയൽ ചടങ്ങിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ വൈകുന്നേരത്തോടെ ബിംബങ്ങൾ ചാർത്തോടുകൂടി എഴുന്നള്ളിച്ച തന്ത്രി ചുറ്റമ്പലത്തിൽ ശ്രീഭൂതബലി നിർവഹിച്ചു. നൃത്തം ആരംഭിക്കുമ്പോഴേക്കും മോതിരം വെച്ച് തൊഴാനുള്ള തിരക്കായിരുന്നു. നീരൊഴുക്കുംതറ വരെയുള്ള തെക്കേയറ്റത്തുള്ള ദേവകീ വസുദേവന്മാരുടെ സാന്നിധ്യമുള്ള പൊൻചമ്പകത്തറ വരെ തിരുമുറ്റത്ത് നൃത്തം വെച്ചു. നിശ്ചിത പ്രദക്ഷിണം പൂർത്തിയാക്കി വാദ്യവിശേഷങ്ങളോടും മറ്റ് അകമ്പടികളോടും കൂടി പാലെഴുന്നള്ളിച്ച് വെക്കുന്ന അരയാൽത്തറയുടെ സമീപം വരെ ഓടിയെത്തി. ഇടയ്ക്ക് ജ്യേഷ്ഠൻ ബലരാമൻ അറിയാതെ അനുജൻ കൃഷ്ണൻ പിന്തിരിഞ്ഞോടി. നൃത്തത്തിനിടയിൽ അനുജനെ കാണാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അനുജൻ മുൻപിൽ ഓടിയെത്തി. പിന്നെ രണ്ടുപേരും ഒപ്പം നൃത്തം വെച്ചു. ഇത് പലതവണ ആവർത്തിച്ചു. സന്ധ്യയാകുമ്പോഴേക്കും പാലമൃതൻ പാൽക്കുടം ശിരസിൽ വഹിച്ച് കയ്യിൽ ഓലക്കുടയും ആചാരവടിയുമേന്തി ഗോവിന്ദജപത്തോടെ ക്ഷേത്രത്തിലെത്തി. പിന്നീട് ഉണ്ണിക്കണ്ണൻ തൻ്റെ ശ്രീലകത്തേക്ക് പാലമൃതനൊപ്പം ഓടിക്കയറി. 14 ദിവസത്തെ ഉത്സവത്തിന് ഇങ്ങനെ ഭക്തി നിർഭരമായി സമാപനമായി. ആയിരക്കണക്കിന് ആളുകളാണ് കൂടിപ്പിരിയൽ ചടങ്ങ് ദർശിച്ച് സായുജ്യമടയാൻ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.